സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കർണാടക സർക്കാർ നടപ്പിലാക്കുന്ന അറിവ് വിദ്യാഭ്യാസ വായ്പാ പദ്ധതി ക്രൈസ്തവ വിദ്യാർത്ഥികൾക്ക് സഹായകരമാകുന്നു. കർണാടക മൈനോറിറ്റി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വഴി നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിലൂടെ മെഡിക്കൽ, എഞ്ചിനീയറിംഗ് ഉൾപ്പെടെയുള്ള പ്രൊഫഷണൽ കോഴ്സുകൾക്ക് വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാകും. സാമ്പത്തിക പ്രതിസന്ധി മൂലം ഉപരിപഠനം പ്രതിസന്ധിയിലായ നിരവധി ക്രൈസ്തവ യുവജനങ്ങൾക്ക് തങ്ങളുടെ കരിയർ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഈ പദ്ധതി വലിയ തോതിൽ സഹായകരമാകും. കർണാടകയിലെ ക്രൈസ്തവർ, മുസ്ലിങ്ങൾ, ജൈനർ, സിഖുകാർ, ബുദ്ധമതക്കാർ, പാഴ്സികൾ തുടങ്ങിയ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യൂനപക്ഷ സമുദായങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് ഈ വായ്പയ്ക്ക് അർഹതയുള്ളത്. സാധാരണ ബാങ്ക് ലോണുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ അറിവ് പദ്ധതിയിലൂടെ ഏറ്റവും കുറഞ്ഞ ആകർഷണം ഇതിന്റെ കുറഞ്ഞ പലിശയാണ്. പ്രതിവർഷം വെറും 2% മാത്രമാണ് സർവീസ് ചാർജ് ഈടാക്കുന്നത്. മറ്റു വിദ്യാഭ്യാസ വായ്പകൾ പോലെ വസ്തുവകകളോ സ്വർണമോ മറ്റു ഗ്യാരണ്ടികളോ ഈടായി നൽകേണ്ടതില്ല എന്നതാണ് ഈ പദ്ധതിയുടെ മറ്റൊരു പ്രത്യേകത. വായ്പാ തുക വിദ്യാർത്ഥികളുടെ അക്കൗണ്ടിലേക്ക് നൽകുന്നതിനു പകരം അവർ പഠിക്കുന്ന കോളേജിലേക്ക് നേരിട്ട് സർക്കാർ കൈമാറുന്നതാണ്. ഇത് കൃത്യസമയത്ത് ഫീസടയ്ക്കാൻ സഹായിക്കും. കോഴ്സുകൾക്കനുസൃതമായി പ്രതിവർഷം 50,000 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെയാണ് വായ്പ അനുവദിക്കുന്നത്. കോഴ്സ് പൂർത്തിയാക്കുന്നതുവരെ എല്ലാ വർഷവും വായ്പ പുതുക്കാനും സാധിക്കും. യോഗ്യതാ മാനദണ്ഡങ്ങൾ ഇവയാണ്. അപേക്ഷകർ കർണാടകയിലെ സ്ഥിര താമസക്കാരനും ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുമായിരിക്കണം. കുടുംബത്തിന്റെ വാർഷിക വരുമാനം 8 ലക്ഷം രൂപയിൽ കവിയരുത്. കർണാടക എക്സാമിനേഷൻ അതോറിറ്റി നടത്തുന്ന CET, നീറ്റ് തുടങ്ങിയ പ്രവേശന പരീക്ഷകൾ വഴി ഗവൺമെന്റ് കോട്ടയിൽ അഡ്മിഷൻ നേടിയവർക്കായിരിക്കും മുൻഗണന. MBBS, BDS, എഞ്ചിനീയറിംഗ്, MBA, MCA, LLB തുടങ്ങിയ അംഗീകൃത പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നവർക്കും അപേക്ഷിക്കാം. അർഹരായ വിദ്യാർത്ഥികൾക്ക് KMDC ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. ആധാർ കാർഡ്, ന്യൂനപക്ഷ സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, അലോട്ട്മെന്റ് ലെറ്റർ, മുൻവർഷത്തെ മാർക്ക് ലിസ്റ്റ് എന്നിവയാണ് പ്രധാനമായും അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടത്. കോഴ്സ് പൂർത്തിയാക്കി 6 മാസത്തിന് ശേഷമേ വായ്പ തിരിച്ചടവ് ആരംഭിക്കേണ്ടതുള്ളൂ. അതിനാൽ വിദ്യാർത്ഥികൾക്ക് പഠനകാലത്ത് സാമ്പത്തിക സമ്മർദ്ദമുണ്ടാവുകയില്ല.